ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. വിഷാനും മോനിക്കാണ് പാല് കലക്കുന്നത്. കുറച്ച് ഡേറ്റ്സും പാലും ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലി കഴിക്കാത്ത ഒരാളുണ്ട് ഇവിടെ, റാഹിൽ 10th ആണ്. 7 മണിക്ക് ഇറങ്ങും, അപ്പോഴത്തേക്ക് എല്ലാം റെഡി ആകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മദ്രസ പോയി വന്ന ഒരാളുണ്ട്. മദ്രസ പോയിട്ടുണ്ട്, എത്തിയിട്ടുള്ള 8-8:15 മൂപ്പർക്ക് പിന്നെ ഇഡ്ഡലി ദോശ എന്തായാലും കുഴപ്പമില്ല. ഇഷാനും മോനിക്കും ഇഡ്ഡലിയാണ് വേണ്ടത്. സിയാക്കി റാഹിലുമാണ് ഇഡ്ഡലി കഴിക്കുക. അപ്പോൾ അവർക്ക് കുറച്ച് ദോശയും ചുടാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് പരിപാടികൾ കഴിക്കണം. 7 മണിയാകുമ്പോഴത്തേക്ക്. മോർണിംഗ് ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല. എപ്പോഴും കുട്ടികളൊക്കെ പോയതിൻ്റെ ശേഷമാണ് ഷൂട്ട് ചെയ്യാറ്. ഇന്ന് ഞാൻ മോർണിംഗ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ബിസി ടൈമിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ ചാനലാണ്, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുക്കറിലോട്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവ തൂമിച്ചിട്ടുണ്ട്. ഉലുവ തൂമിച്ചതിൻ്റെ ശേഷം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി ഇട്ട് മൂപ്പിക്കുന്നുണ്ട്. ഉള്ളി എന്നാണ് ഇവിടെ കോഴിക്കോട് പറയാറ്, കോഴിക്കോട് കൊയിലാണ്ടിയാണ്. അപ്പം ഈ അപ്പോ എന്നുള്ള വേർഡ്സും പിന്നെ എന്നുള്ള വേർഡ്സും എൻ്റെ സംസാരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അത് ഞാൻ മോസ്റ്റ്ലി ഞാൻ കുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ 2 വേർഡ്സാണ്. ഇപ്പോൾ ഉള്ളിയും തക്കാളി പച്ചമുളക് ഇതെല്ലാം വഴന്ന് കഴിഞ്ഞ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികൾ ഐറ്റംസായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ചിക്കൻ മസാല ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പം ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊടികൾ വേറെ തന്നെയാണ് വറുത്ത് ഇതിൽ മിക്സ് ചെയ്യാറ്. ഇപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ എല്ലാം കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കുകയാണ്. ഒന്ന് നല്ലോണം ഒന്ന് കറുത്ത് കരിഞ്ഞ് വരുന്നവരെ ഒന്നും ആക്കണ്ട. ഒന്ന് ചൂടായി എടുത്തിട്ട് ചിക്കന് ഇങ്ങനെ ഇട്ടപ്പോൾ ചിക്കനൊന്നും ഇങ്ങനെ ഇടാറേ ഇല്ല. സ്കൂള് സമയമില്ല, ട്യൂഷന് സമയമില്ല, അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ്. ചിക്കനൊക്കെ ഞാൻ സാധാരണ മസാലയൊക്കെ പെരക്കി സുർക്കയെല്ലാം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് ചിക്കൻ കറി വെക്കാറ്. അല്ലെങ്കിൽ പൊരിച്ചിട്ടും വെക്കും, അതും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ എല്ലാം കൂടി തട്ടിക്കൂട്ടി ഒപ്പിക്കുകയാണ്. രാവിലെ മോർണിംഗ് ബിസി അവേഴ്സ് അല്ലേ, എല്ലാവർക്കും ടൈമില്ലാത്തൊരു സമയമാണല്ലോ മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ ഇപ്പോൾ സുർക്കയൊക്കെ എങ്ങനെയാണ് ഞാൻ ഒഴിക്കുന്നത്, വെന്ത് കിട്ടും, നല്ല സോഫ്റ്റ് ഉണ്ടാവും ചിക്കന്. അത് കഴിഞ്ഞിട്ട് ഓണിക്ക് മാത്രം കുറച്ച് ദോശയും ചുടുന്നുണ്ട്. ദോശയും ഇതും ചോറും അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ചോറും ചിക്കൻ കറിയും ദോശയും സാമ്പാറും ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നാലേ വീഡിയോ എല്ലാവരിലേക്ക് എത്തുകയുള്ളൂ. ഇതന്നെ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മോന് 2ാമത്തെ മോനാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് തരാറ്. 8th ആണ് പഠിക്കുന്നത്, മദ്രസ പോയിട്ടുണ്ട്, എത്തിയിട്ടില്ല. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. മല്ലിച്ചപ്പിട്ട് അതങ്ങ് റെഡിയായി. ഇപ്പോൾ സാമ്പാർ ഇഡ്ഡലി ദോശയിലേക്കുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത് വിസിൽ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം വെള്ളമൊഴിച്ച് പിന്നെ മൂടിയിലുള്ള വാഷർ ഊരിയിട്ട് ഞാൻ ഇങ്ങനെ വാർക്കാറുള്ളത്. അപ്പോൾ സിയാക്കി മക്കളെല്ലാം എത്തിയിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ചായ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹാപ്പി മോർണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.